യമാനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളതാഴിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം പീറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മാന്യ. അവന്റെ തലവെട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാ തമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് എസ്തപ്പാൻ കരുതുന്നുണ്ട്. പള്ളിവേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞേ മാന്യെ അച്ഛനെ കൊല്ലുമെന്ന്. ഏമാനെ, പീറ്റർ എന്റെ കുഞ്ഞ. ഞാനാണ് അവനെ പെറ്റു വളർത്തിയത്. അവൻ മഴക്കിടും, തല്ലുകൂടും, പക്ഷെ ആരെയും കൊല്ലൂല്ലേ മോനെ. നിങ്ങൾ അപ്പുറത്ത് പോ. ഒരെറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ മോൻ കൊലപാതകയാണെന്ന് പറയുന്ന നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയട്ടെ. എസ്തപ്പാൻ വരൂ. അമ്മേ, അമ്മ പേടിക്കണ്ട, അകത്തേക്ക് വരും. ആ തട്ടി അങ്ങ് ശരിയാക്കമ്മേ. ഈ പെട്ടിയുടെ മൂടി ഒന്ന് മാറ്റിക്കമ്മേ. എന്റെ മോനെ, മോൻ എപ്പോഴും ഇവിടെ വന്നു? പോലീസ് എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിക്കയറിയതാണമ്മേ. ആലീസ് കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതെ മാന്യ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. ഞാൻ എസ്തപ്പാനെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരാമോ മാന്യ? എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം. വിശ്വാസം? ഒരു മോളുണ്ടായിരുന്നതിനെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നു. എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. മോനെ, അമ്മ പോകുന്നു. ശരി. മോനെ, അപ്പം നല്ല ഉറക്കമാ. മോൻ ചോറുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, വെക്കരുത്. എനിക്ക് പറയാനുള്ളത് ദേവി ഏതൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്ന് നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ചക്കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിലോടുന്നത്. ഈ തോളിൽ കടത്തിയാണ് അപ്പൻ എന്നെ വളർത്തിയത്. അപ്പ ഈ കൈ കൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. സത്യം ഒരു കാലത്ത് വെളിച്ചത്തിൽ അന്ന് ഞാൻ നിരപരാധിയാണെന്ന ഒരു മനസ്സിലാക്കും. അച്ഛനെ കൊന്നത്
നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്. അവിടെയാണ് മോളെ അനക്ക് തെറ്റുപറ്റിയത്. ആ പാവം പെണ്ണ് നശിപ്പിച്ചത് അച്ഛനല്ല, മുതലാളിയുടെ വളർത്തു മകൻ ജോണിയാ. ഇത് സത്യമാണോ മമ്മുക്ക? അതെ മോളെ, ഇപ്പോഴല്ലേ സത്യം ഓരോന്നായി പുറത്തു വരുന്നത്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. സത്യം എന്തെന്നറിയാതെ ആലീസിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പീറ്ററിനോട് പറഞ്ഞു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യും മമ്മുക്ക? അറിയാതെ മോളെ, നീ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററിനെ ഒന്ന് കാണണം. ആ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. മോള് വിഷമിക്കണ്ട, ഏട്ട കാണാൻ വഴി നമ്മൾ ഉണ്ടാക്കി തരാം. മോള് നാളെ വീട്ടിലേക്ക് വാ. പീറ്റർ അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷേ ഓരവിടെ വരും. മോള് നാളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാം. നമ്മൾ വരട്ടെ. ആ, മോള് വന്ന അകത്തുണ്ട്, ചെല്ല്. സബീന, സബീന, പീറ്റർ എവിടെ? ഇവിടെ വന്നില്ലല്ലോ. കാണാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? അകത്തിരിപ്പുണ്ട്, ചെല്ല്. പീറ്റർ, എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. സാരമില്ല ശ്രുതി, എല്ലാം വിധിയാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മനസ്സിലായില്ല? ഞമ്മള് തലശ്ശേരി എന്നാ, പേര് അബ്ദുള്ള, അനുഫല്ലവി അബ്ദുള്ള എന്നാ നമ്മളെല്ലാരും വിളിക്കണത്. അത് തന്നെ തന്നെ. ഇത് ഞമ്മളെ മോള് ഐഷ. ഇവളും വലിയ പാട്ടുകാരിയാ. നമ്മള് ബാപ്പാന്റെ പിൻപാട്ടാണ്. രണ്ടുപേർക്ക് ഓരോ ചായ എടുക്കും. അല്ലോ വേണ്ട, ഞമ്മളൊരു പരിപാടിക്ക് പോയിട്ട് വരിക. അപ്പൊ പെണ്ണൊന്ന് മറപ്പുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. നമുക്ക് മിണ്ടാണ്ടി, പിന്നെ വൈമേലെ പോകാനൊക്കെ പത്താൽ. മോളെ സബീന, സബീന, സബീന. എന്താ ബാപ്പാ? മോളെ ഒന്ന് മറപ്പുര കാണിച്ചു മോളെ. ചെല്ലു മോളെ. ചെല്ല്. അങ്ങോട്ട് മാറിക്കളി. മുൻവശം ചെറുതാണെങ്കിലും പുറകുവശം വലുതാണല്ലോ. അതെന്താ? അല്ല, വീടേ ഇച്ചിരി വലിയ വീടാണെന്ന് പറയായിരുന്നു. മറപ്പുര അവിടെയാ. എവിടെ? ആ, ഞമ്മള് വന്നോളാം. അല്ല, നിങ്ങള് നിക്കാഹിന് പാടും? പാടുമല്ലോ. അല്ലാ, ഞമ്മളെ മോളെ നിക്കാഹ് ഇമ്മാസം 28-ാം തീയതി. നിങ്ങളൊരു പരിപാടി നടത്തണമെന്ന് നമുക്ക് പെരുത്ത ആശയുണ്ട്. മോള് വന്നിട്ട് അവളോടൊന്ന് ചോദിക്കണം. ഇവിടെ ഇടമില്ലാത്തോണ്ട് നിക്കാഹ് വായനസ്ഥാനക്കാരെ കെട്ടിടത്തിലാ വെച്ചിരിക്കണം. നമ്മളൊരു പാവപ്പെട്ടവരാ, പെരുത്ത് കാശ് ചോദിച്ചാല് നമ്മൾ വിഷമിച്ചു. എന്താ അല്ല, എന്താ രാസാസം? ഇത് സബീനന്റെ കിടപ്പുന്നതാ? അല്ല, ആരാത്? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരെന്താ വായിലടച്ചിരിക്കണത്? എടാ കൂട്ടുകാരെ, എടാ അത് ചുമ്മാതിരിക്കുക. ചെല്ല്. ഐഷ, ബാപ്പാ, ഇവരുടെ മകളുടെ നിക്കാഹിന് 28-ാം തീയതി ഒരു പരിപാടി നടത്താൻ ഒക്കുമോ എന്നാ ചോദിക്കണത്. നല്ല ബൗസ് ഉള്ള പെണ്ണാണ് ബാപ്പ. ഞമ്മക്ക് പരിപാടി നടത്തി കൊടുക്കാം. നീ ഏറ്റാ? ഏറ്റ്. വളരെ സന്തോഷം. അപ്പൊ ഇൻഷാ അല്ലാഹ് 28-ാം തീയതി കാണാം. നമ്മൾ വല്ല ചായ കുടിക്കാണ്ട് പോണേല് ഞമ്മക്ക് പെരുത്ത് വിഷമുണ്ട് കേട്ടാ. എന്തിന്? 28-ാം തീയതി വയർ നിറച്ച് ബിരിയാണി കഴിച്ചിട്ടേ ഞമ്മള് പരിപാടി തുടങ്ങും. പീറ്റർ മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് പീറ്ററിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പൊരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കോൺസ്റ്റബിൾ ഏർപ്പാടി. യെസ് സർ. കല്യാണത്തിനെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ? ആ, കാക്കയോട്
കച്ചേരി ഏറ്റിട്ടല്ലേ വന്നിരിക്കുന്നത്. അത് നമുക്ക് തകർക്കാം സാർ.